ഹായ് സുന്ദരീസ്, എന്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, എസ്പെഷ്യലി നാച്ചുറൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കണമെന്ന് എല്ലാവർക്കും മോഹമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഫസ്റ്റ് ഓഫ് ഓൾ സമയമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഇത്തിരി മടിയാണ്. അത് സമയമില്ല എന്നുള്ളതൊന്ന്, പിന്നെ രണ്ടാമത് മടി ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ നമുക്ക് അടുക്കളയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഗതി വെച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ആക്കി ഉപയോഗിക്കാം. എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും എന്തായാലും നമ്മുടെ എല്ലാവരുടെ വീട്ടില് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടാവും. അതാ നല്ലത്. ഒന്നല്ല, നമ്മുടെ ദോശമാവാണിത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അരി നമുക്ക് നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറ്റാൻ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ പല ഫേസ് പാക്കിലും അരിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അരി നമ്മൾ അരച്ചിട്ട് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ മാത്രമല്ല, ഈ കൊറിയൻ സ്കിൻ കെയർ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കൊറിയൻ സ്കിൻ കെയറിൽ അവർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ റൈസ് അല്ലെങ്കിൽ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. രണ്ടും അവർ മുടിക്കാണെങ്കിലും ശരി, സ്കിന്നിനാണെങ്കിലും വളരെയധികം ഉപയോഗിക്കുന്നതാണ്. സോ അത് നമ്മുടെ ദോശമാവിലുണ്ട്. രണ്ടാമത് ഉഴുന്നും പരിപ്പാണ്. അതും എഗെയിൻ വളരെ നല്ലതാണ് സ്കിന്നിന്. അത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഇതിലിടുന്ന ഒരു സംഗതിയാണ് ഉലുവ എന്ന് പറയുന്നത്. ഉലുവ എഗെയിൻ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആന്റി ഏജിങ് ആണ്. സോ അതും വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ദോശമാവ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫെർമെന്റഡ് ആവും എന്നുള്ളത് വേറൊരു കാര്യം. ഫെർമെന്റഡ് ആയാലും കുഴപ്പമില്ല, അത് ഈവൻ മോർ നല്ലതാണ് സ്കിന്നിന്. പക്ഷെ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് ആഡ് ചെയ്യണേക്കാളും മുമ്പ് കുറച്ച് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ദോശമാവ് അരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉപ്പ് ഇടാണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദോശമാവ് എത്രയാ നമ്മുടെ ഫേസിന് ആവശ്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ഇതിൽ ഇനി ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കാരണം ഇത് നമുക്ക് ഫേസ് പാക്ക് ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കൺസിസ്റ്റൻസിയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫേസ് പാക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. കുറച്ചെങ്കിലും സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാച്ചാൽ സാരില്ല, ഇത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. സോ ഈ ഫേസ് പാക്കിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരിപ്പൊടി ഉള്ള കാരണം നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കര നല്ലതാണ്. അതേപോലെ തന്നെ ഇത് നല്ലൊരു സ്ക്രബാണ്. ഒരു തരിതരിപ്പുള്ള കാരണം നമ്മുടെ മുഖത്തിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കര നല്ലതാണ്. മുഖം നല്ല സ്മൂത്ത് ആക്കും. പിന്നെ ഒരു ബ്രൈറ്റനിങ് എഫക്ട് തരും. ഇത് ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല. ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ മുഖത്ത് ഒരു നല്ലൊരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് പാക്ക് ഉപയോഗിക്കുന്നേക്കാളും മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നല്ല, ഏത് ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ആദ്യം തന്നെ മുഖം നന്നായി കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാണ്ട് നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിപരീത ഫലവും ഉണ്ടാവാൻ പോണത്. നമുക്ക് കൂടുതൽ നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. പറയാനുള്ളത്, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ടു മേക്ക് ഷുവർ നിങ്ങൾ അലർജറ്റിക് അല്ല എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കഴുത്തിന്റെ പിന്നിലോ അല്ലെങ്കിൽ കൈയുടെ ഇവിടെയായിട്ടോ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിനുശേഷം അറിയാൻ പറ്റും അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഏത് നാച്ചുറൽ ഫേസ് പാക്ക് ആണെങ്കിലും ശരി, അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ശരി, ഒന്ന് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. സോ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഒരു 10 to 15 മിനിറ്റ് വെക്കാൻ പോവാണ്. ഇപ്പൊ 15 മിനിറ്റ് ആയി. അപ്പോ നോക്കിയാൽ അറിയാം, പകുതി ഡ്രൈ ആയിട്ടുണ്ട്. ഫുള്ള് ഡ്രൈ ആയിട്ടില്ല, പകുതി ഡ്രൈ ആയാൽ മതി. ഫുള്ള് ഡ്രൈ ആയി കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മുകളിലേക്കുള്ള ഡിറക്ഷനിൽ ഇങ്ങനെ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. വളരെ ജെന്റിലായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. മൂക്കിന്റെ ഈ ഭാഗത്തും നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി കിട്ടും. ഞാനിതിപ്പോ നന്നായിട്ട് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ പോവാണ്.
അപ്പൊ ഞാൻ മുഖം ഇപ്പൊ വാഷ് ചെയ്തു. മുഖം അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഡെഫിനറ്റ്ലി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ആവുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത്. സോ ഞാനത് മുഖത്ത് കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഫേസ് പാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്താൽ മതി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിന്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.